വിനയം ശക്തിയുടെ അടയാളം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 1 മുതൽ 14 വരെ. ധ്യാനത്തിനായിട്ട് 13-ാം വാക്യം. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം, ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ഡോക്ടർ സ്റ്റാൻലി ജോൺസൻ്റെ ഒരു പുസ്തകത്തിൽ വളരെ അർത്ഥവത്തായ ഒരു കാർട്ടൂണിനെ പറ്റി പറയുന്നുണ്ട്. ലോകത്തെ രോഗവിവശനായ ഒരു മനുഷ്യനായി ആ ഹാസ്യചിത്രത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു ഡോക്ടർ ആ മനുഷ്യൻ്റെ നാഡി പിടിച്ചു നോക്കിയ ശേഷം തല കുലുക്കിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശരീരത്തിന് ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ള അലർജിയാണ് അതിന് കാരണം. പലരുടെയും ജീവിതം അസന്തുഷ്ടമായി തീരുന്നത് ഈ ഹാസ്യ ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന അലർജി നിമിത്തമായിരിക്കും. സ്വാർത്ഥ തൽപരതയിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിലാണ് ഈ അലർജിയുടെ ലക്ഷണങ്ങൾ കാണുന്നത്. സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ താൽപ്പര്യം കാണിക്കുന്നതിനുമുള്ള പ്രേരണ ജന്മസിദ്ധമാണ്. എന്നാൽ മനുഷ്യൻ സ്വന്തം കാര്യങ്ങളിൽ മാത്രം തൽപരനായിരിക്കുകയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ സ്വാർത്ഥ തൽപരതയും പരമാർത്ഥ തൽപരതയും തമ്മിൽ ഒരു സമരം ഉള്ളിൽ നടക്കും. പലരുടെയും ജീവിതത്തെ അസന്തുഷ്ടമാക്കുന്നത് ഈ ആഭ്യന്തര സമരമാണ്. മനുഷ്യൻ്റെ നൈരാശ്യത്തിൻ്റെയും മോഹഭംഗങ്ങളുടെയും ഉറവിടവും അതുതന്നെയാണ്. നൈരാശ്യം എന്നത് സ്വാർത്ഥ സ്നേഹത്തിൻ്റെ ആന്തരിക ഫലമാണെന്ന് തോമസ് മെർട്ടൺ എന്ന ഗ്രന്ഥകാരൻ പറഞ്ഞിട്ടുണ്ട്. അല്പം ആലോചിച്ചാൽ അഹങ്കാരത്തിൻ്റെ വികാസ പരിണാമമാണ് നൈരാശ്യമെന്നും നമുക്ക് മനസ്സിലാക്കാം. എനിക്കാരുടെയും സഹായം വേണ്ട, എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ മാത്രം മതി എന്ന ഭാവം പ്രപഞ്ചശക്തികളെ മുഴുവൻ നിയന്ത്രിക്കുന്നവനായ ഈശ്വരനെ കൂടി മാറ്റി നിർത്തുന്നു. ഇതിൻ്റെ ആത്യന്തിക ഫലമാണ് നൈരാശ്യം. എന്നാൽ യഥാർത്ഥ വിനയമുള്ള മനുഷ്യനെ നിരാശനാവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ വിനയമുള്ള മനുഷ്യൻ കഷ്ടം എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് സ്വയം സഹോദരിക്കുന്നവൻ ആയിരിക്കുകയില്ല. വിശ്വാസവും വിനയവും അഭേദ്യമാണ്. വിനയത്തിൻ്റെ പൂർണ്ണതയിൽ എല്ലാ സ്വാർത്ഥതകളും അപ്രത്യക്ഷമാകും. യഥാർത്ഥ വിനയം നിനക്കുണ്ടാകുമ്പോൾ നീ ആരുടെയും സഹായം കൂടാതെ തനിയെ ജീവിക്കുകയാണെന്നുള്ള അഹന്ത അസ്തമിക്കുകയും ദൈവത്തോടുകൂടി ദൈവത്തിൽ തന്നെ നീ നടത്തപ്പെടുന്നു എന്ന് നിനക്ക് ബോധ്യമാവുകയും ചെയ്യും. നിന്റെ സന്തോഷത്തെ കെടുത്തിക്കളയുന്ന സ്വാർത്ഥ തൽപരതയെ നശിപ്പിക്കുവാൻ വിനയത്തിന് മാത്രമേ കഴിയൂ. അതുകൊണ്ട് വിനയമുള്ളവനായി തീരാൻ നിനക്ക് കഴിവില്ലെങ്കിൽ സന്തോഷമുള്ളവനായി തീരുവാനും കഴിവുണ്ടായിരിക്കുകയില്ല. വിനയം എന്നൊന്നില്ലായിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരും എത്രയോ മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്ന് മെർട്ടൺ പറയുന്നു. സ്തുതി കീർത്തനങ്ങളാൽ ഇളകുന്നവനായിരിക്കുകയില്ല വിനയമുള്ള മനുഷ്യൻ. തന്നിലുള്ള നന്മയുടെ ഉറവിടം താൻ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് അവനറിയാം. അതുകൊണ്ട് പുകഴ്ചയെല്ലാം ദൈവത്തിനുള്ളവയാണെന്ന് അവൻ കരുതുന്നു. നമ്മുടെ അപൂർണതയുടെയുമല്ല അപര്യാപ്തതയുടെയും സൂചിക്കുഴലിലൂടെ കടന്നു പോവുകയാണ് ദൈവത്തിൻ്റെ മഹത്വം. കണ്ടെത്തുവാനുള്ള വഴിയെന്ന് വിനയമുള്ള മനുഷ്യനെ അറിയാം. അവൻ പരാജയത്തെ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ പൂർണ്ണമായ വിനയത്തിൽ ദൈവശക്തിയിലുള്ള പൂർണ്ണമായ വിശ്വാസവും അന്തർഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് വിനയം എന്നുള്ളത് ശക്തിയുടെ ഉറപ്പായ അടയാളമാണെന്നത് നാം മറക്കരുത്. ഓർക്കണമേ, നിങ്ങൾ വിനയം കൊണ്ട് ചുരുങ്ങി ഒരു പൂജ്യമായി തീരുക. 18-ാം സങ്കീർത്തനം 35-ാം വാക്യം. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.